ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ, ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്, ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു, ഞാൻ അത് നിരാകരിച്ചു. ആ നിരാകരിച്ചതിന്റെ കാരണം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ആ വിഷയം ആരിഫിന് വളരെ കൃത്യമായിട്ട് അന്ന് അറിയുകയും ചെയ്യാം. ചങ്കും ചങ്കുമായിട്ട് നടന്ന ആരിഫ് ഹുസൈനും ലിയാഖത്തലിയും തമ്മിൽ തെറ്റിയപ്പോൾ പരസ്പരം ചെളിവാരി അറിയുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇതിൽ ലിയാഖത്തലി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കും ആരിഫ് ഹുസൈനും സംഘപരിവാർ പിന്തുണ നൽകുകയും ഓഫറുകൾ നൽകുകയും ചെയ്തു, ഞാനത് സ്വീകരിച്ചില്ല, ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു എന്നാണ് ലിയാഖത്തലി തുറന്നു പറയുന്നത്. ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇസ്ലാം വിട്ടുപോയ ചില നിഷ്കളങ്കരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ വർഷത്തിൽ 365 ദിവസവും ഇസ്ലാമിനെയും ഖുർആാനിനെയും അള്ളാഹുവിനെയും പ്രവാചകരെയും ഒക്കെ ഈ കളിയാക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം എക്സ് മുസ്ലിംസുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ എക്സ് ഹിന്ദുസിനെയോ എക്സ് ക്രിസ്ത്യൻസിനെയോ ഒന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന എക്സ് മുസ്ലിംസുകൾക്കും നിരീശ്വരവാദികൾക്കും നാസ്തികർക്കും ഫണ്ടിങ് ചെയ്യാനും അവരുടെ വീഡിയോകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും സംഘപരിവാർ പോലെയുള്ള തൽപര കക്ഷികൾ വലിയ ഫണ്ടിങ് നടത്തുന്നുണ്ട് എന്നാണ് ലിയാഖത്തലി തുറന്നു പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ പർദ്ദയ്ക്കുള്ളിൽ അടിച്ചമർത്തപ്പെടുകയാണെന്നും അവർ അടിമത്വം അനുഭവിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ശബ്ദമുയർത്തുന്ന ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസുകളും ഒക്കെ സ്ത്രീകളെയും കുട്ടികളെയും മുസ്ലിങ്ങളെയും ഒരു മാനുഷിക പരിഗണനയും നൽകാതെ അവരെയൊക്കെ കൊന്നുകളയാൻ, അവരെയൊക്കെ വംശഹത്യയും ഉന്മൂലനവും നടത്താനുള്ള ആശയങ്ങൾ തലച്ചോറിൽ പേറി നടക്കുന്ന ക്ഷുദ്രജീവികളിൽ നിന്ന് എച്ചിലുകൾ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയുള്ള കൂലിത്തൊഴിലാളികളായിട്ട് മാറി അധപ്പതിച്ചിട്ടാണ് ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഇവർ വന്നിരുന്ന് കരയുന്നത് എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് വംശഹത്യക്കും ഉന്മൂലനങ്ങൾക്കും ഇരയായ മനുഷ്യരുടെ ചോരയിൽ നിന്നുണ്ടാക്കിയ പണം വാങ്ങിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് ചേലാകർമ്മത്തിനെതിരെ ക്ലാസ് എടുക്കുന്നത്. ഇവര് നടത്തുന്ന ഇസ്ലാമിക വിമർശനത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? ഇവർക്ക് സത്യത്തിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാനുള്ള എന്ത് ധാർമ്മികതയാണുള്ളത്? പലതിന്റെയും പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന കലാപങ്ങൾക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും ആഹ്വാനം നടത്തുന്നവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിന്ന് എച്ചിലുകൾ വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന മനുഷ്യത്വവും മാനവികതയും പറയുമ്പോൾ ഇവർക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് ഇസ്ലാമിനെ വിമർശിക്കാൻ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇവർക്ക് ഒരു നിലയ്ക്കുമുള്ള ഒരു അവകാശവും ഇസ്ലാമിനെ വിമർശിക്കാനില്ല. ഇവരുടെയൊക്കെ വാക്ചാരുതയിൽ മയങ്ങി ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പുനർവിചിന്തനം നടത്താനുള്ളൊരു സമയമാണിത്.